ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കയ്യിൽ ഒരു സഞ്ചി കണ്ടോ, കടയിൽ പോവാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. നല്ല ഇരുട്ടാണ്. കുറച്ച് മുന്നേ ഒന്ന് മഴയൊക്കെ പെയ്ത് പോയെന്നും പപ്പ പറയുന്നു. ഞാൻ അറിഞ്ഞു പോലുമില്ല. അതുപോലെ ഞാൻ കിടപ്പായിരുന്നു. ബിക്കോസ് ഐ എം ഓൺ മൈ പീരീഡ് ഡേറ്റ്സ്. എന്തുകൊണ്ടും നല്ല സുഖം, സമാധാനം. എൻ്റെ അമ്മോ, എനിക്ക് നടക്കാനുള്ള ആവതില്ലേ. എനിവേയ്സ്, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വീടൊക്കെ തൂത്ത് തുടച്ച് വന്നപ്പോഴാണ് എനിക്ക് എണീക്കാൻ വരാത്ത അവസ്ഥ. തുടങ്ങുകയും ചെയ്ത് അവസാനിപ്പിക്കാതിരിക്കാനും വരാത്തൊരവസ്ഥ. എല്ലാം കൊണ്ടും ഇന്നത്തെയും ദിവസം വളരെ നന്നായിരുന്നു, വളരെ അധികം നന്നായിരുന്നു എനിക്ക്. അതുകൊണ്ട് നാളെ ഞാൻ ഒരു ഹാഫ് ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഹൂ ഇസ് ദാറ്റ്? ഓക്കെ, എൻ്റെ സോളുവാണ്. ഓക്കെ, ഞാൻ എന്നാൽ പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ബൈ ബൈ. അതെ, ഹെവി ട്രാഫിക് ഉണ്ടെങ്കിലും ആ ട്രാഫിക് എന്നുള്ള മൈൻഡിൽ നിന്ന് മാറ്റി എന്നെ ഈ പ്രകൃതി ഭംഗിയിലേക്ക് ആകൃഷ്ടയാക്കിയത് ഈ മരങ്ങളാണ്. എന്തൊക്കെ വാക്കുകളാണല്ലേ ഞാൻ പറയുന്നത്. വയ്യായികയുടെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ എൻ്റെ മലയാള വാക്കുകൾ കുറച്ചും കൂടെ കഷ്ടമാകും, കാഠിന്യമാകും. എന്തൊക്കെ പറഞ്ഞാലും മുന്നോട്ട് ഒരടി എനിക്കിനി നടക്കാൻ പാടില്ല, വയ്യാന്ന് പറഞ്ഞപ്പോൾ ഫാദർജി എനിക്ക് ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ചു തന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അത് പിടിക്കാനുള്ള പോലും ശക്തിയില്ല. നിങ്ങളിപ്പം കണ്ട വീഡിയോയിലെ ഫ്രൂട്ട് സർബത്ത് അത് ഞാൻ പാഴ്സലാക്കിയെടുത്തു കേട്ടോ. അത് കുടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്നൊന്നും വീട്ടുകാർ നടക്കുകയില്ല. അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതെന്നെക്കൊണ്ട് തന്നെ കുടിക്കാനും പറ്റുകയില്ല. അത്രയും വലിയ ഗ്ലാസ് എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആ ചേട്ടനോട് പോയി, ചേട്ടാ അതൊന്ന് പാഴ്സലാക്കി തരുമോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ വീണേനെ. അയ്യോ. പിന്നെ പാഴ്സലാക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പം ഞാൻ കുടിക്കുന്ന സാധനം ഇദ്ദേഹത്തെയാണ്. ഇതാണ് ഞാൻ കുടിക്കുന്നത്. ഇത് ഒറ്റമൂലിയാണ് കേട്ടോ. ഒറ്റമൂലി പ്രയോഗം എൻ്റെ ഫാദർജി ഉണ്ടാക്കി തന്ന ഒറ്റമൂലിയാണ് വയറുവേദനയ്ക്ക്. അതിയായ വയറുവേദന, ഒരു രക്ഷയില്ലാത്ത വയറുവേദന, നടുവേദന, വയറുവേദന, നടുവേദന. വയറുവേദന വന്നാൽ പിന്നെ എന്നെ നോക്കണ്ട. ഞാനിങ്ങനെ അമ്മേ, അയ്യോ വല്ലോം തായോ എന്നുള്ള ലെവലിലേക്ക് ഞാനങ്ങ് മാറും. ചിലർ പറയും താങ്ങാൻ ആളുള്ളപ്പം തളർച്ച കൂടുതലായിരിക്കും എന്ന്. പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. വേദന അനുഭവിക്കുന്നതല്ലേ. വേദന അനുഭവിക്കുന്നവർക്കല്ല അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ. കുടിക്കട്ടെ. ആർക്കേലും ഈ ഒറ്റമൂലി ആർക്കെങ്കിലും ഒറ്റമൂലിയുടെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഫാദർജിയോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഇളം ചൂടാണ്, ഒരുപാട് ചൂടൊന്നുമില്ല. ഒറ്റ വലിക്ക് കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ. കാരണം പയ്യെ എന്നെപ്പോലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സകല കയ്പും വിഷമവും ഇതിൻ്റെ അറിയും. മധുരമില്ല, എരിവില്ല, പുളിയില്ല, കമർപ്പാണ്. ഹൈലി കമർപ്പ്, വേരി കമർപ്പ്. ശരി, ബൈ, പിന്നെ കാണാം. അങ്ങനെ നാം ഉയർത്തെണീറ്റിരിക്കുന്ന സുഹൃത്തുക്കളെ ഉയർത്തെണീറ്റിരിക്കുന്നു. ഇപ്പം എത്ര മണിയായി? അയ്യോ, കാണാനും വേണമല്ലോ. 1:30 മണിയായി. 2 മണിക്ക് ഷിഫ്റ്റ് കയറണം. സോ ഞാൻ വേഗം റെഡിയായി. ഞാൻ നല്ലൊരു ഉറക്കമിറങ്ങി. നിങ്ങൾ കണ്ടല്ലോ. മൈ സോൾ ലെഫ്റ്റ് മൈ ബോഡി ഫോർ സം ടൈം. വളരെ അധികമായിട്ട് ലെഫ്റ്റായി എന്ന് തോന്നുന്നു. എനിവേയ്സ്, നല്ല വേദനയോട് കൂടിയിട്ട് ഞാൻ ഷിഫ്റ്റിലോട്ട് കയറുകയാണ്. ഡ്യൂട്ടിക്ക് പോവുകയാണ്. നല്ല വെയിലുണ്ട്, കാറ്റുണ്ട്, വേദനയുണ്ട്.
but it's okay. Okay, bye. You socks അവിടെ. Bye. ഷൂ എടുത്തില്ല, ഷൂ എടുക്കട്ടെ. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തെ സകല വേദനകളും വയ്യായികകളും മാറും, പ്രത്യക്ഷത്തിൽ മാറുമെന്നാണ്. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ അങ്ങ് സഹിക്കുക. ഓക്കെ ബൈ, ഞാൻ പോട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ ഡേ ഷിഫ്റ്റും കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കട്ടിലാണ്. കട്ടിൽ വിരിക്കുക, AC ഓണാക്കുക, കിടക്കുക. ഇതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ഹാഫ് ഡേ ആണ് കയറിയത് ഡേ ഷിഫ്റ്റിന്. അപ്പോൾ ഡേ ഷിഫ്റ്റ് പപ്പ വൈകുന്നേരം എന്നെ വിളിക്കാൻ വരും. അപ്പോൾ 7:45 പപ്പ എയർപോർട്ടിൽ വരും. അവിടുന്ന് പപ്പ എന്നെ വിളിക്കുന്നത്. അപ്പം കോൾ ചെയ്യും, എത്തിയേ. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ഞാനെല്ലാം സെറ്റ് ചെയ്ത്, ഇതാണ് റുട്ടീൻ. പ്രാവശ്യവും അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം ഒന്ന് ഒതുക്കി. 7:30 കഴിഞ്ഞു, 7:38 7:40 7:42 പപ്പ വിളിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം എന്നെ വിളിക്കാത്ത, ഇനി ഫോൺ ചില സമയത്ത് അപ്പം ഫോൺ എടുക്കത്തില്ല, മറന്നു പോകും. അപ്പോൾ എന്തായാലും പപ്പ നിൽക്കുന്ന അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിൽക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലും, ഞങ്ങൾ തിരിച്ചു വരും. എന്നാലും എനിക്ക് ഉള്ളിൽ എന്തോ ഒരു വല്ലായ്മ പോലെ, പപ്പ എന്നെ വിളിക്കാത്ത. പക്ഷെ എനിക്ക് ഫോൺ എടുത്ത് വിളിക്കാനുള്ള സാഹചര്യവും കിട്ടിയില്ല, ആ ഒരു ബുദ്ധി പോയില്ല. അപ്പം ഞാനിങ്ങനെ 7:42 7:50 57 സമയം ഇങ്ങനെ ടിക് 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 പോയി. 8 മണി കഴിഞ്ഞു, 8:02 പപ്പയുടെ വിളി വന്നില്ല. അപ്പോൾ ഉറപ്പിച്ചു പപ്പ ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ പയ്യെ പുറത്തോട്ട് ഇറങ്ങി പഞ്ച് ഔട്ടൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പപ്പ വരുന്ന ആ ഒരു സ്ഥലത്തോട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പപ്പ എന്നെ ഇവിടെ കാണാനില്ല. അവിടെ പകരം വേറൊരു ചേട്ടനാണ് നിൽക്കുന്നത്. ചേച്ചി പപ്പ എന്നെ വിളിച്ചിട്ട് പപ്പ എന്താ ചേച്ചി പപ്പ എന്നെ വരാത്ത, എനിക്കാകെ ഒരു വിഷമോ എന്തോ ഒരു ടെൻഷൻ. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗ് സിദ്ധാർത്ഥവനോട് ഇപ്പം ചേച്ചി ഇറങ്ങുക. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പപ്പ വരും. ശരി, അപ്പം അവനങ്ങനെ പോയി. ഞാൻ എന്നിട്ട് ഒരു സെക്കൻഡ് പപ്പ എന്താ വരാത്ത, ഫോൺ എടുക്കുന്നു, കറക്കുന്നു. ഹലോ. അപ്പം അപ്പ ഫോൺ എടുത്തു. അപ്പം എവിടെയാ പറഞ്ഞു, എന്താ പറ്റി പപ്പ എവിടെയാ, എന്താ വരാത്ത, എവിടെയാ എന്നെ വരാത്ത എന്നെ. അപ്പം അപ്പുറത്തുനിന്ന് വരാത്തയോ, എവിടെ വരാത്ത, എങ്ങോട്ട് വരാത്ത, അപ്പനെ വിളിക്കാൻ വരാത്ത, ഇന്ന് എനിക്ക് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞേ, പപ്പനെ വിളിക്കാൻ വരാത്ത എന്ന് ചോദിച്ചു. പപ്പ അല്ല നീയല്ലേ ഇന്ന് ഉച്ചയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോയേ. ഞാൻ പെട്ടെന്ന് ഓ മൈ കടവുളേ, ശരിയാണ്, ഇന്ന് ഹാഫ് ഡേക്ക് ഞാനാണ് ഉച്ചയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് എയർപോർട്ടിൽ പോയത്. ഞാനിങ്ങനെ ശരിയാണ്, ഓക്കെ ഓക്കെ യെസ്, അതെ. ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രതിഭാസത്തെ എന്ത് പേരെടുത്ത് വിളിക്കണം എന്ന് അറിഞ്ഞൂടെ. എന്തായിരിക്കാം റീസൺ? ആ പ്രതിഭാസത്തിന് ഞാൻ ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചില്ല. ആ പ്രതിഭാസത്തിൻ്റെ തരിപ്പ് എനിക്ക് വീട്ടിൽ കയറുന്നിടം വരെ ഉണ്ടായിരുന്നു. വഴി വെച്ച് വേറെ വല്ല റൂട്ട് കയറി പോവോ. പിന്നെ വീട്ടിൽ വന്ന് കയറി ആശ്വാസമായി. എന്നാലും എന്തായിരിക്കും അതിനുള്ള കാരണം? അപ്പോൾ ശരി, ആ തരിപ്പൊന്ന് മാറട്ടെ, കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. മേ ബി ഈ പീരീഡ്സും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം, ഈ വെളിവില്ലായ്മ.
വെളിവ് വെള്ളിയാഴ്ച എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഐ മീൻ വെളിവും വെള്ളിയാഴ്ചയൊക്കെ പോയോ എന്നൊക്കെ ഓരോരുത്തരും പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇത് വന്നിരിക്കുന്നു. രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. ഇതിന് മുന്നൊന്ന് സംഭവിച്ചിരുന്നു. വെൻ ഐ വാസ് 17-18 ആ ഒരു പ്രായത്തിൽ. ഇതിപ്പോൾ ഓക്കെ, ഐ ഡോണ്ട് നോ ഇതേത് ഫിനോമിനൻ ആണെന്ന്. എനിവേസ്, ബൈ ഗൈസ്. ഇതുപോലത്തെ എൻ്റെ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അതോ എനിക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുള്ളൂ? ഐ ഡോണ്ട് നോ. കമൻറ്റ് ചെയ്യും. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ. ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.